2 ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. നമുക്കറിയാവുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഔട്ടർ മെഷർ ഓഫ് ആൻ ഇൻ്റർവൽ ഈക്വൽസ് ഇറ്റ്സ് ലെങ്ത്. അതായത് ഒരു ഇൻ്റർവൽ ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ, സപ്പോസ് എ ബി എന്ന് പറയുന്നത് ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻറ്റ്സ്, അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ആ ഇൻ്റർവെൽ ഐ എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. അങ്ങനെയുള്ള ഒരു ഇൻ്റർവെൽ ഐ, ആ ഐൻ്റെ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും. അതായത് ഔട്ടർ മെഷറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എം സ്റ്റാർ ഓഫ് എ എന്നല്ലേ, ഒരു സെറ്റ് എ ആണെങ്കിൽ. ഇവിടെ ഒരു സെറ്റല്ല, ഒരു ഇൻ്റർവെല്ലിൻ്റെ ഔട്ടർ മെഷറാണ് പറയുന്നത്. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഇൻ്റർവെൽ ഐ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ലെങ്ത്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് കാണുന്നത് എങ്ങനെയാണ്, എൻ പോയിൻറ്റ് മൈനസ് ഇനീഷ്യൽ പോയിൻറ്റ്. അപ്പോൾ ബി മൈനസ് എ, എം സ്റ്റാർ ഓഫ് ഐ ഈക്വൽ ടു ബി മൈനസ് എ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഔട്ടർ മെഷർ ഓഫ് ആൻ ഇൻ്റർവെൽ ഈക്വൽസ് ഇറ്റ്സ് ലെങ്ത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഔട്ടർ മെഷറിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആണെങ്കിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഒരു കളക്ഷൻ കാണും. അതിനെ ഐ എൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ ആയിരിക്കും. ഔട്ടർ മെഷർ എം സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് ഇൻഫിമം സിഗ്മ ലെങ്ത് ഓഫ് ഐ എൻ. അവിടെ നമ്മൾ ലെങ്തുകൾ എടുത്തു, ലെങ്തുകളുടെ സം എടുത്തു, അതിൻ്റെ ഇൻഫിമം ലീസ്റ്റ് വാല്യൂ എടുത്താണ് കണ്ടുപിടിച്ചത്. ഇനി ഇവിടെ നമ്മൾ ഈ എം സ്റ്റാർ ഓഫ് ഐ ഈക്വൽ ടു ബി മൈനസ് എ എന്ന് പ്രൂവ് ചെയ്യുന്നത് 3 കേസസ് ആയിട്ടാണ്. ഒന്നാമത്തെ കേസ് ഈ ഇൻ്റർവെല്ലിൽ ഓപ്പൺ ഇൻ്റർവെൽ ആകുന്ന കേസ്, ഓപ്പൺ ഇൻ്റർവെൽ ആകുന്ന കേസ് അല്ല, ആദ്യം ക്ലോസ്ഡ് ഇൻ്റർവെൽ ആകുന്ന കേസ്. അതിൽ തന്നെ ക്ലോസ്ഡ്, അതായത് ഈ ഒരു ഫോമിൽ വരുന്നത്. രണ്ടാമത്തെ കേസ് ഓപ്പൺ ഇൻ്റർവെൽ ആകുന്ന കേസ്, അതായത് ഒന്നെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സെറ്റ്, ഒരു ഇൻ്റർവെൽ, അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ ആയിരിക്കാം. അങ്ങനെയുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിൻ്റെ കേസ്. മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽ വരുന്നത്, എ പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി എ, മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി, ആ ടൈപ്പ് ഇൻഫിനിറ്റ് ഫോമിൽ വരുന്നത്. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യാനായിട്ട്, അതായത് എം സ്റ്റാർ ഓഫ് ഐ ഈക്വൽ ടു ബി മൈനസ് എ എന്ന് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ 3 കേസ് വെച്ചിട്ടാണ്. ഒന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ കേസിൽ, രണ്ടാമത് ഓപ്പൺ ഇൻ്റർവെൽസ്, ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽസും ആകാം ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ കേസിൽ, തേർഡ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ഇൻ്റർവെല്ലിൻ്റെ കേസിൽ മൈനസ് ഇൻഫിനിറ്റി എ അല്ലെങ്കിൽ എ ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി, ഈ കേസുകളിലെല്ലാം ആകാം. അപ്പോൾ ക്ലോസ്ഡ്, ഓപ്പൺ, ഇൻഫിനിറ്റ് 3 കേസാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസ് നോക്കാം. കേസ് വൺ ആകുമ്പം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് എ ബി ആണ്. ഈ ലെങ്ത് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് എന്താ, ബി മൈനസ് എ ആണ്. നമ്മൾ സപ്പോസ് ചെയ്തായിരുന്നല്ലോ ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ മെഷറാണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഫോമാണ്. നമുക്ക് പ്രൂവ് ചെയ്യണം എം സ്റ്റാർ ഓഫ് ഐ ഈക്വൽ ടു എൽ ഓഫ് ഐ, അതായത് ബി മൈനസ് എ. എം സ്റ്റാർ ഓഫ് ഐ ഈക്വൽ ടു ലെങ്ത്, അതായത് എൽ ഓഫ് ഐ. ലെങ്ത് ഓഫ് ഐ എന്താ, ബി മൈനസ് എ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് എടുത്തു. ഇനി നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് എം സ്റ്റാർ ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ആൻഡ് എം സ്റ്റാർ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ മതി എം സ്റ്റാർ ഓഫ് ഐ ഈക്വൽ ടു ബി മൈനസ് എ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് എം സ്റ്റാർ ഓഫ് ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ആൻഡ് എം സ്റ്റാർ ഓഫ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ എ ബി, അങ്ങനെയാണ് ഇവിടെ ഈ ഒരു പോയിൻറ്റ് എ മൈനസ് എപ്സിലോൺ ആണെന്ന് സപ്പോസ് ചെയ്യുക. ഈ ഒരു പോയിൻറ്റ് ബി പ്ലസ് എപ്സിലോൺ ആണ് സപ്പോസ് ചെയ്യുക. നമുക്ക് ഈ എ ബിനെ കവർ ചെയ്ത ഒരു ഇൻ്റർവെൽ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ എ മൈനസ് എപ്സിലോൺ ബി എന്നെടുക്കാം, അല്ലെങ്കിൽ എ ബി പ്ലസ് എപ്സിലോൺ എന്നെടുക്കാം, അല്ലെങ്കിൽ എ മൈനസ് എപ്സിലോൺ ബി പ്ലസ് എപ്സിലോൺ, അങ്ങനെ പല രീതിയിലെടുക്കാം എ ബിനെ കവർ ചെയ്യുന്ന ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എ ബി പ്ലസ് എപ്സിലോൺ ഇങ്ങനൊരു ഇൻ്റർവെല്ലാണ് എടുത്തത്. ഈ എ ബി പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇത്രയുള്ളൊരു ഇൻ്റർവെല്ലാണ്. ആ ഇൻ്റർവെല്ലിൻ്റെ അകത്താണല്ലോ എ ബി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി കിടക്കുന്നത്. അതായത് എ ബി പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിനെ കവർ ചെയ്യും. അപ്പോൾ എം സ്റ്റാർ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ
ബി പ്ലസ് എപ്സിലോൺ ആയിരിക്കും. കാരണം എ സബ്സെറ്റ് ഓഫ് നമ്മൾ ഔട്ടർ മെഷിൻ്റെ ഡെഫിനിഷനിൽ പഠിച്ചായിരുന്നു എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ ആയിരിക്കും. എയിനെ കവർ ചെയ്യുന്നത് ഐ എൻ ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ ആയിരിക്കും. എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു ഇൻഫിമം സിഗ്മ എൽ ഓഫ് ഐ എൻ ആണ്. എം സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ലെങ്ത് ഓഫ് ഐ എന്നും ആയിരിക്കും. കാരണം ഇൻഫിമം ഈ ആർ എച്ച് എസിൻ്റെ ഇൻഫിമം എടുക്കുമ്പോഴാണ് നമുക്ക് മെഷർ കിട്ടുന്നത്. അപ്പം ഇൻഫിമം എടുക്കാതെ ഉള്ള ലെങ്ത്തിൻ്റെ സം എന്ന് പറയുന്നത് എന്തായാലും മെഷറിനേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും ആ ലെങ്ത്തിനേക്കാൾ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എ ബി പ്ലസ് എപ്സിലോൺ ആണ് കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐ എൻ ആയിരുന്നു കവർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എഴുതാം. അതേപോലെ ഇവിടെ ഇൻ്റർവെൽ ഐ എൻ എ ബി ആണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ് ഇൻ്റർവെൽ. എം സ്റ്റാർ ഓഫ് എ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ബി പ്ലസ് എപ്സിലോൺ എന്ന് എഴുതാം. കാരണം ഈ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെലിനെ കവർ ചെയ്യുന്നതാണ് എ ബി പ്ലസ് എപ്സിലോൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇവിടുന്ന് എം സ്റ്റാർ ഓഫ് എ ബി പ്ലസ് എപ്സിലോൺ, എം സ്റ്റാർ ഓഫ് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് എപ്സിലോൺ മൈനസ് എ. കാരണം ഈ ലെങ്ത്ത്, അതായത് എം സ്റ്റാർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൽ ഓഫ് ഐ എൻ. ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫൈനൽ പോയിൻറ്റ് മൈനസ് ഇനിഷ്യൽ പോയിൻ്റ് ആണല്ലോ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് എം സ്റ്റാർ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഔട്ടർ മെഷർ ഓഫ് ദ ഇൻ്റർവെൽ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് എപ്സിലോൺ മൈനസ് എപ്സിലോൺ. ബി പ്ലസ് എപ്സിലോൺ മൈനസ് എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ പ്ലസ് എപ്സിലോൺ. ഈ എപ്സിലോൺ സ്മോളാണ്, നല്ല സ്മോൾ ആയതുകൊണ്ട് ഈ ഒരു എപ്സിലോണിനെ നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എം സ്റ്റാർ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ എന്ന് എഴുതാം. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ ഐ ആണ്, ഐ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി. അതിനെ നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ 1 എന്ന് കൊടുത്തു. കാരണം നമുക്ക് എം സ്റ്റാർ ഓഫ് ഐ ഈക്വൽ ടു ബി മൈനസ് എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാനായിട്ട് എം സ്റ്റാർ ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ എന്നും എം സ്റ്റാർ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ എന്നും പ്രൂവ് ചെയ്യണം. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു, എം സ്റ്റാർ ഓഫ് ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എം സ്റ്റാർ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. റിവേഴ്സ് ഇനീക്വാളിറ്റി പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ കവർ ചെയ്യുന്നത് ഐ എൻ എന്ന് പറയുന്ന ഐനെ ഐ എൻ എന്ന് പറയുന്ന ഇൻ്റർവെൽസ് കവർ ചെയ്യുന്നു നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഓപ്പൺ കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസ് ഐ എൻ ഉണ്ട് സച്ച് ദാറ്റ് ഇറ്റ് കവേഴ്സ് ഐ. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? എം സ്റ്റാർ ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഇൻഫിമം സിഗ്മ എൽ ഓഫ് ഐ എൻ എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ എം സ്റ്റാർ ഓഫ് ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൽ ഓഫ് ഐ എൻ എന്ന് എഴുതും. കാരണം ഈ വാല്യൂവിൻ്റെ ഇൻഫിമം എടുക്കുമ്പോഴാണ് എം ഓഫ് ഐ കിട്ടുന്നത്. അതുകൊണ്ട് എം ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൽ ഓഫ് ഐ എൻ എന്ന് എഴുതാം. ഇനി ഇവിടുന്ന് ഈ എൽ എച്ച് എസ് ആണ് ഇവിടെ ചെറുത്. അപ്പം ആ എൽ എച്ച് എസിനെ ഞാൻ വലുതാക്കാൻ വേണ്ടി ഒന്നുകിൽ ഇവിടെ ഒരു പ്ലസ് എപ്സിലോൺ, ഒരു എപ്സിലോൺ എൽ എച്ച് എസിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എപ്സിലോൺ ആർ എച്ച് എസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എം സ്റ്റാർ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൽ ഓഫ് ഐ എൻ മൈനസ് എപ്സിലോൺ, ആർ എച്ച് എസിൽ നിന്ന് ഞാനൊരു എപ്സിലോൺ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നു സോ ദാറ്റ് ഈ എൽ എച്ച് എസ് വാല്യൂ വലുതാവാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇത്ര എഴുതി നിർത്തി. ഇനി ഈ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ കവർ ചെയ്യുന്നതാണ് ഐ എൻ എന്ന് നമ്മൾ എടുത്തു. ഇനി അടുത്തത് ഈ ഐ എന്നിനെ കവർ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻ്റർവെൽ എടുക്കുന്നു. ഐ എന്നിനെ കവർ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലാണ് ഐ എൻ ഡാഷ് എന്ന് സപ്പോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഐ എൻ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ ഡാഷ് ആയിരിക്കും. ഐനെ കവർ ചെയ്യുന്നതാണ് ഐ എൻ എന്ന് പറയുന്ന ഇൻ്റർവെൽ. അപ്പോൾ ഐ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ ആയിരിക്കും. ഇനി ഐ എന്നിനെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഇൻ്റർവെൽ ഐ എൻ ഡാഷ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ എൻ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ എൻ ഡാഷ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? പിന്നെ ഈ ഐ എന്നിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ ഫോം എ എൻ ബി എൻ എന്ന്
എൻ ബി എൻ എന്ന ഫോമിലാണ് ഐ എൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് കിടക്കുന്നത്. അപ്പോൾ ഐനെ കവർ ചെയ്യുന്നതുകൊണ്ട് ഐ എൻ ഉണ്ട്, ഐ എന്നിനെ കവർ ചെയ്തുകൊണ്ട് ഐ എൻ ഡാഷ് ഉണ്ട്. അപ്പോൾ ഐ എന്നിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിൻ്റെ ഫോമാണ് എ എൻ ബി എൻ. ഈ ഒരു ഫോമാണ് ഐ എന്നിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിൻ്റെ ഫോം. അതേപോലെ ഐ എന്നിനെ കവർ ചെയ്യുന്ന ഇൻ്റർവെലായിട്ടുള്ള ഐ എൻ ഡാഷ്, ആ ഐ എൻ ഡാഷിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിൻ്റെ ഫോമാണ് എ എൻ മൈനസ് എപ്സിലോൺ ബൈ 2n, ബി എൻ. ഈ ഒരു ഫോമിലാണ് ഐ എൻ ഡാഷിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹെയ്ൻബോറൽ തിയറം അനുസരിച്ച് any collection of open intervals covering closed interval AB contains a finite subcollection that also covers closed interval AB. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ കവർ ചെയ്യുന്ന ഏതൊരു കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് എടുത്താലും അവിടെ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസിൽ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ഉണ്ടായിരിക്കും വിച്ച് കവേഴ്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതാണ് ഹെയ്ൻബോറൽ തിയറം പറയുന്നത്. അപ്പോൾ ഐ എൻ ഡാഷ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ കവർ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഫൈനൈറ്റ് സബ് കളക്ഷൻ ഉണ്ടായിരിക്കും J1, J2 എക്സെട്ര JN എന്ന് പറയുന്ന ഫൈനൈറ്റ് സബ് കളക്ഷൻ ഉണ്ടായിരിക്കും വിച്ച് കവേഴ്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അപ്പോൾ നമുക്ക് സപ്പോസ് GK എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കാം. അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ CK DK എന്ന് പറയുന്ന ഫോമിലാണ് JK എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. J1 എന്ന് പറയുമ്പോൾ C1 D1, J2 എന്ന് പറഞ്ഞാൽ C2 D2, ആ ഒരു ഫോമിൽ ഇത് ഐനെ കവർ ചെയ്യും, അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ കവർ ചെയ്യും. അപ്പോൾ ഹെയ്ൻബോറൽ തിയറം വെച്ചിട്ട് ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ കവർ ചെയ്യുന്ന ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഒരു കളക്ഷൻ ഐ എൻ ഡാഷ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷനും ഉണ്ടായിരിക്കും. ആ ഫൈനൈറ്റ് സബ് കളക്ഷനും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ കവർ ചെയ്യും. ഇവിടുത്തെ ആ ഫൈനൈറ്റ് സബ് കളക്ഷൻ എന്ന് പറയുന്നത് J1, J2 എക്സെട്ര JN എന്ന് പറഞ്ഞെടുത്തു. JK = CK DK. അങ്ങനെയാണെങ്കിൽ ഇത് എ ബിനെ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിനെ കവർ ചെയ്യും, അതായത് ഐനെ കവർ ചെയ്യും. സപ്പോസ് ചെയ്യുക നമ്മൾ പിന്നെ സപ്പോസ് ചെയ്യുന്നുണ്ട് ഈ JK അതായത് J1, J2, J3 അങ്ങനെ JN അങ്ങനെ ഒന്നും തമ്മിൽ കണ്ടെയ്ൻഡ് അല്ല. അതായത് J1 does not contain J2 അങ്ങനെയല്ല. തന്നെയല്ല C1 ലെസ് ദാൻ C2 ലെസ് ദാൻ എക്സെട്ര CN. C1 ലെസ് ദാൻ C2 ആയിരിക്കും, ലെസ് ദാൻ C3 എക്സെട്ര CN ആയിരിക്കും. പക്ഷേ J1, J2 എക്സെട്ര JK അങ്ങനെ അതൊന്നും കണ്ടെയ്ൻഡ് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടേം വേണം DN മൈനസ് C1. ഈ DN മൈനസ് C1നെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ K = 1 to n DK മൈനസ് CK മൈനസ് സിഗ്മ K = 1 to n മൈനസ് 1 DK മൈനസ് CK + 1. അതായത് ഇപ്പോൾ Kക്ക് 1 ഇട്ട് കൊടുക്കുന്നു, D1 മൈനസ് C1 അങ്ങനെ Kക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് D1 മൈനസ് C1 പ്ലസ് D2 മൈനസ് C2 പ്ലസ് എക്സെട്ര മൈനസ് D1 മൈനസ് C2 അങ്ങനെ കിട്ടും. അപ്പം അത് ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ K = 1 to n L of JK ആയിരിക്കും. കാരണം JKയുടെ ഫോം CK DK ആ ഒരു ഫോമാണ്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പം അതെന്തായാലും ലെസ് ദാൻ സിഗ്മ K = 1 to n L of JK ആയിരിക്കും. ഇനി മെഷർ ഓഫ് I എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ L of IN മൈനസ് എപ്സിലോൺ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ M star of I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ L of IN മൈനസ് I എന്ന് തുടക്കത്തിൽ നമ്മൾ എഴുതിയില്ലേ. M star of I ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ L of IN മൈനസ് എപ്സിലോൺ. അപ്പോൾ അത് തന്നെ നമ്മൾ ഇവിടെ എഴുതി. ഇനി IN എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യൂണിയൻ IN ഡാഷ് ആണ്. INനെ കവർ ചെയ്യുമല്ലോ. അപ്പോൾ സിഗ്മ L of IN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ L of IN ഡാഷ് എന്ന് നമുക്ക് അവിടെ നിന്ന് എഴുതാം. IN ഡാഷ് എന്ന് എഴുതാം. ഇനി
സിഗ്മ എൽ ഓഫ് ഐ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൽ ഓഫ് ഐ എൻ ഡാഷ് മൈനസ് എപ്സിലോൺ എന്ന് എഴുതാം. അതായത് ഈ എൽ എച്ച് എസ് സി കിടക്കുന്ന ടേമാണ് ഇവിടെ ലെസ് ദാൻ, ഇവിടെ ചെറിയ വാല്യൂ. സോ അതിനെ വലുതാക്കാൻ വേണ്ടി നമ്മൾ ആർ എച്ച് എസിൽ ഒരു എപ്സിലോൺ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നു, സച്ച് ദാറ്റ് എൽ എച്ച് എസ് വലുതാവാൻ വേണ്ടി. അങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഈ J1 J2 അതെല്ലാം സബ് കളക്ഷനാണ് ഐ എൻ ഡാഷിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇത് എം സ്റ്റാർ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൽ ഓഫ് ഐ എൻ മൈനസ് എപ്സിലോൺ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൽ ഓഫ് ഐ എൻ ഡാഷ് മൈനസ് എപ്സിലോൺ മൈനസ് എപ്സിലോൺ. അതായത് സിഗ്മ എൽ ഓഫ് ഐ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എൽ ഓഫ് ഐ എൻ ഡാഷ് മൈനസ് എപ്സിലോൺ ആണ്. അപ്പോൾ സിഗ്മ എൽ ഓഫ് ഐ എൻ ഗ്രേറ്റർ ദാൻ അതിന് പകരം നമ്മൾ ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കും. ഇത് ഗ്രേറ്റർ ദാൻ ഇതാണല്ലോ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ സിഗ്മ എൽ ഓഫ് ഐ എൻ ഡാഷ് മൈനസ് 2 എപ്സിലോൺ. പിന്നെ ഇതെന്ന് പറയുന്നത് ഡി എൻ മൈനസ് സി വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 വെൻ എൽ ഓഫ് ജെ കെ ആണ്. അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടും ഗ്രേറ്റർ ദാൻ ഡി എൻ മൈനസ് എൽ സിഗ്മ എൽ കെ ഈക്വൽ ടു 1 to n എൽ ഓഫ് ജെ കെ മൈനസ് 2 എപ്സിലോൺ എന്ന് എഴുതാം. അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡി എൻ മൈനസ് സി വൺ മൈനസ് 2 എപ്സിലോൺ എന്ന് എഴുതാം. ഇതിന് പകരം ഡി എൻ മൈനസ് സി വൺ. ഇവിടെ ഈ ഡി എൻ മൈനസ് സി വൺ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയത് ആദ്യം സിഗ്മ കെ ഈക്വൽ ടു 1 to n ഡി കെ മൈനസ് സി കെ ചെയ്ത് മൈനസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n മൈനസ് 1 ഡി കെ മൈനസ് സി പ്ലസ് 1. അപ്പോൾ നമുക്ക് ഓരോന്നും ഇട്ട് കൊടുത്ത് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇതെന്തായാലും ഗ്രേറ്റർ ദാൻ ബി മൈനസ് എ ആയിരിക്കും. കാരണം എന്താ? ബി മൈനസ് എ അതായത് ഐനെ കവർ ചെയ്യുന്നതാണ് ഐ എൻ, ആ ഐ എന്നിനെ കവർ ചെയ്യുന്നതാണ് ഐ എൻ ഡാഷ്. ഈ സി കെ ഡി കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സബ് കളക്ഷൻ ആയിരുന്നു. സബ് കളക്ഷൻ J1 J2 അതിൻ്റെ ഒരു ഫോമല്ലേ. സോ ബി മൈനസ് എ മൈനസ് 2 എപ്സിലോൺ എന്ന് എഴുതാം. ഈ എപ്സിലോൺ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് ഈ വാല്യൂവിനെ അങ്ങ് നിഗ്ലക്റ്റ് ചെയ്യാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? എം സ്റ്റാർ ഓഫ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ എന്ന് എഴുതാം. ഓക്കെ, അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? എം സ്റ്റാർ ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. ഇപ്പോൾ നമുക്ക് കിട്ടി എം സ്റ്റാർ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ. അപ്പം ഫ്രം 1 and 2 നമുക്ക് എന്ത് ചെയ്താം? എം സ്റ്റാർ ഓഫ് ഐ ഈസ് ഈക്വൽ ടു ബി മൈനസ് എ. അതായത് ഔട്ടർ മെഷർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെലിൻ്റെ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാവുന്ന കേസിൽ നമുക്ക് ഔട്ടർ മെഷർ ഒരു ഇൻ്റർവെലിൻ്റെ ഔട്ടർ മെഷർ അതിൻ്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും എന്ന് കിട്ടി. ഇനിയുള്ളത് 2 കേസസാണ്. ഓപ്പൺ ഇൻ്റർവെൽസ് ആവുന്ന കേസും ഇൻഫൈനൈറ്റ് ഇൻ്റർവെൽസ് ആവുന്ന കേസും.